വെൽക്കം ടു മൈ ചാനൽ ഈസി ബയോളജി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റൈബോസോമത്തിൻ്റെ ഔട്ട്ലൈൻ ആയിരുന്നു. ചെറിയ രീതിയിൽ റൈബോസോമത്തിൻ്റെ സ്ട്രക്ചറും പഠിച്ചു. റൈബോസോമത്തിന് ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്, ഒരു സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. സ്മോളർ സബ് യൂണിറ്റിലോട്ട് mRNA അറ്റാച്ച് ചെയ്യുന്നു, ലാർജർ സബ് യൂണിറ്റിലോട്ട് tRNAയും അമിനോ ആസിഡും അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ റൈബോസോം പ്രോക്യാരിയോട്ടിക് സെല്ലിനും യൂക്യാരിയോട്ടിക് സെല്ലിനും രണ്ട് തരത്തിലാണ് റൈബോസോംസ് ഉള്ളത്. അപ്പം ഒരെണ്ണത്തിൻ്റെ പ്രോക്യാരിയോട്ടിക് സെല്ലിൻ്റെ റൈബോസം എന്ന് പറഞ്ഞാൽ 70 years റൈബോസോമും യൂക്യാരിയോട്ടിക് സെല്ലിൻ്റെ എന്ന് പറഞ്ഞാൽ 80 years റൈബോസോമും ആണുള്ളത്. അപ്പോൾ രണ്ട് പേരുടെയും ഡിഫറൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോക്യാരിയോട്ടിക് റൈബോസോമത്തിന് 70 years റൈബോസോമെന്ന് പറഞ്ഞാൽ 70 years റൈബോസോംസ്. അതിൽ ലാർജർ സബ് യൂണിറ്റും ഉണ്ട്, സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. ലാർജർ സബ് യൂണിറ്റ് എന്നാൽ 50 yearsഉം സ്മോളർ സബ് യൂണിറ്റ് 30 yearsഉമാണ്. കമ്പാരിറ്റീവ്ലി ഇവരുടെ സൈസ് സ്മോൾ ആയിരിക്കും. ഇവരുടെ വെയിറ്റ് വരുന്നത് 2700 kilodalton ആയിരിക്കും. അപ്പം ഇനിയിപ്പോൾ യൂക്യാരിയോട്ടിക് റൈബോസോമത്തിന് വരുന്നത് ലാർജറാണ്. കമ്പാരിറ്റീവ്ലി യൂക്യാരിയോട്ടിക് റൈബോസോമത്തിൻ്റെ സ്ട്രക്ചർ ലാർജറാണ്. അപ്പം 80 years റൈബോസോമാണ് വരുന്നത്. അതിൻ്റെ ലാർജർ സബ് യൂണിറ്റ് വന്ന 60 years സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 40 years സബ് യൂണിറ്റുമാണ് വരുന്നത്. അവരുടെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് 4200 kilodalton KD ആണ്. അവരുടെ സൈസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജറാണ്. ഇനി അതിൻ്റെ ലാർജർ സബ് യൂണിറ്റ് സ്മോളർ സബ് യൂണിറ്റും. പ്രോക്യാരിയോട്ടിക് റൈബോസത്തിൻ്റെ ലാർജർ സബ് യൂണിറ്റ് എന്നാൽ 50 years സബ് യൂണിറ്റും യൂക്യാരിയോട്ടിക്കിന് 60 yearsഉമാണ്. സ്മോളർ സബ് യൂണിറ്റ് പ്രോക്യാരിയോട്ടിക്കിന് 30 yearsഉം യൂക്യാരിയോട്സിൻ്റെ 40 yearsഉമാണ്. അപ്പോൾ ഈ ലാർജർ സബ് യൂണിറ്റിൽ RNA ഉണ്ട്. ലാർജർ സബ് യൂണിറ്റിൻ്റെ പ്രോക്യാരിയോട്ടിക് 2 RNA ആണുള്ളത്. 23 yearsഉം 5 years RNA ആണ് പ്രോക്യാരിയോട്ടിക്കിൻ്റെ ലാർജർ സബ് യൂണിറ്റുള്ളത്. യൂക്യാരിയോട്ടിക്കിൻ്റെ ലാർജർ സബ് യൂണിറ്റിലുള്ളത് 3 RNA ഉണ്ട്. 28 years, 5.8 years, 5 years RNA. ഇങ്ങനെ 3 RNA ആണ് യൂക്യാരിയോട്ടിക്കിൻ്റെ ലാർജർ സബ് യൂണിറ്റിലുള്ളത്. ഇനി സ്മോളർ സബ് യൂണിറ്റിലുള്ളതെന്ന് വെച്ചാൽ പ്രോക്യാരിയോട്ടിക്കിന് 60 years RNAയും യൂക്യാരിയോട്ടിക്കിൻ്റെ 18 years RNA ആണുള്ളത്. ലാർജർ സബ് യൂണിറ്റിലും സ്മോളർ സബ് യൂണിറ്റിലും RNAയിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ലൊക്കേഷൻ, പ്രോക്യാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്ന അത് ഫ്ലോട്ട് സൈറ്റോപ്ലാസത്തിൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്രീലി ആയിട്ട് കിടക്കുന്നതാണ് പ്രോക്യാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത്. യൂക്യാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന സെൽ ഓർഗനിലൂടെ അറ്റാച്ച് ചെയ്ത് കിടക്കും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടക്കുമ്പം ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പറയുന്ന പേരാണ് റൈബോസോം അറ്റാച്ച്ഡ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പറയുന്ന പേരാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ളത്. ഇനി പ്രോക്യാരിയോട്ടിക് റൈബോസത്തിൻ്റെയും യൂക്യാരിയോട്ടിക് റൈബോസോമത്തിൻ്റെയും ഇമേജാണ്. പ്രോക്യാരിയോട്ടിക്കിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. അവരുടെ 70 years റൈബോസോമാണ്. 50 years സബ് യൂണിറ്റും 30 years സബ് യൂണിറ്റും. ഇതിൽ 50 yearsൽ 23 years RNAയും 5 years RNAയും. സ്മോളർ സബ് യൂണിറ്റായ 30 yearsൽ 16 years RNA മാത്രമാണുള്ളത്. യൂക്യാരിയോട്ടിക് റൈബോസോമത്തിൽ 80 years ആണ്. അതിൽ 2 സബ് യൂണിറ്റ് ഉണ്ട്, 60 yearsഉം 40 yearsഉം. 60 yearsൽ 3 RNA ഉണ്ട്, 28 years RNA, 5.8 years RNA ആൻഡ് 5 years RNA. സ്മോളർ സബ് യൂണിറ്റായ 40 years സബ് യൂണിറ്റിൽ ഒരു RNA മാത്രമേ ഉള്ളൂ, 18 years RNA. എല്ലാവർക്കും പ്രോക്യാരിയോട്ടിക് റൈബോസത്തിൻ്റെയും യൂക്യാരിയോട്ടിക് റൈബോസത്തിൻ്റെയും സ്ട്രക്ചർ മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.